നമ്മൾ ചിന്തിച്ചു നോക്കുക. ആ യുവാവ് വന്ന് ചോദിച്ചു, നിത്യജീവൻ അവകാശമാക്കാൻ ആർക്ക് സാധിക്കും? യേശു പറഞ്ഞു, ധനവാൻ ഒരിക്കലും സാധിക്കില്ല, പങ്കുവെക്കുന്നവനാണ് സാധിക്കുകയുള്ളൂ. അവൻ എങ്ങനെയാ പോയതെന്നറിയാമോ? ദൈവത്തിന്റെ അരികിൽ നിന്ന് വിഷമിച്ച് കരഞ്ഞ് പോയി എന്നാ പറയാം. എന്തുകൊണ്ടാണ്? കാരണം അവന് സമ്പാദ്യം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാ ഒരു വാർഷിക ധ്യാനം കഴിയുമ്പോൾ കുറെ ഉള്ളു നീറിക്കൊണ്ട് നമ്മ വരും. ചില പാപങ്ങള്, ചില സുഖങ്ങള് എനിക്ക് വിട്ടുകളയാൻ പറ്റണില്ല. അങ്ങനെയുള്ളവരുണ്ട്. ചില ദൈവിക കാര്യങ്ങൾ വചനം വായിക്കുമ്പോൾ എന്നെ ആകർഷിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ തൊടുന്ന കാര്യങ്ങളായിരിക്കും. അതായിരിക്കും നമ്മളോട് പറയതേ. ചില വ്യക്തികൾ നമ്മളോട് ഉപദേശമായിട്ട് തരുന്നു, പക്ഷേ നമ്മൾ വേദനിച്ചുകൊണ്ട് പോകും. ഈ വേദനിച്ച് പോകുന്നവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഒന്നാമതായി ചിന്തിക്കേണ്ടത്. അവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഈ ദൈവിക കാര്യങ്ങൾ അവർക്ക് അത് വിടാൻ താല്പര്യമില്ല. അവർ വീണ്ടും ഇങ്ങനെ തന്നെ പോകാൻ ഒരു വേദന മാത്രമേ ഉള്ളൂ. എന്തിന്റെ വേദന? ഈ സുഖം ഉപേക്ഷിക്കണം എന്നുള്ള വേദന മാത്രം. അല്ല ദൈവത്തെ നഷ്ടപ്പെട്ടു എന്നുള്ള വേദനയല്ല. ഞാൻ ഈ സുഖം ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ, ഞാൻ എൻ്റെ പണം അല്ലെങ്കിൽ സമ്പാദ്യങ്ങൾ പങ്കുവെക്കേണ്ടി വരുമല്ലോ എന്നുള്ള വേദനയാണ് അവർക്കുണ്ടാകുക.